UDF സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല നടത്തുന്ന തൂഫാൻ എന്ന് പറഞ്ഞ പദ്ധതി. തൂഫാൻ മികച്ചതാണ്. അതിപ്പോൾ ആര് നടത്തുകയാണെങ്കിലും അത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. അതായത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ ലഹരി മാഫിയകൾക്കെതിരെ നടത്തുന്ന വേട്ട, അതായത് ലഹരിയെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നത് ഒരു വളരെ നല്ല മഹത്തായ പദ്ധതി തന്നെയാണ്. അതിപ്പോൾ UDF സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും ചെയ്തിരിക്കുന്നത് നല്ല പ്രവൃത്തി തന്നെയാണ്. ഇപ്പോൾ ഭരണനേട്ടങ്ങളിൽ പറയാവുന്ന UDF സർക്കാരിൽ ഇതൊന്നും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒന്നിനും കൊള്ളരുതാത്ത പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ഒരു പദ്ധതി മികച്ച പദ്ധതി തന്നെ. പക്ഷേ എങ്കിലും നിങ്ങൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാർ ഈ ആഭ്യന്തരമന്ത്രി കൈകാര്യം ഏറ്റെടുത്തപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും യൂട്യൂബർമാരെയും എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ടൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ തൂഫാന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കുചേരണം, അതുമാതിരി ഈ വീഡിയോകൾ ചെയ്യണം. ഈ തൂഫാന്റെ ഭാഗമായിട്ട് ഒരുപാട് യൂട്യൂബർമാരും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും വീഡിയോകൾ ചെയ്ത് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. തൂഫാൻ മികച്ചതാണ്, ഗംഭീരമാണെന്ന്. ഗംഭീരം തന്നെ, മികച്ച തന്നെ, നാടിന്റെ പുരോഗതിക്കും വരും തലമുറകൾക്ക് ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം മികച്ച പദ്ധതികൾ നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ മറന്നുപോയ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാർ എന്ത് ചെയ്തു, പോലീസ് ഉറങ്ങുകയാണോ, സർക്കാർ ഉറങ്ങുകയാണോ എന്നും. എല്ലാം അത് കൃത്യമായിട്ട് തന്നെ രേഖകളുമുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് നടത്തുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടുപോകുന്നതാണോ എന്നറിയില്ല. ഈ എല്ലാറ്റിനും ഇപ്പോൾ ഭാഗമായിട്ട് PR വർക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള തൂഫാന്റെ മഹത്തായ പദ്ധതിയെക്കുറിച്ചിട്ടും UDFന്റെ പരിപാടിയെക്കുറിച്ച് പുകഴ്ത്തിപ്പാടുകയും പൊക്കി പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു PR വർക്കിന്റെ ഭാഗമാണ് കൂടുതലായും കാണുന്നത്. നല്ല പ്രവൃത്തിയല്ല എന്ന് പറയുന്നത് നല്ല പ്രവൃത്തിയാണ്. മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. LDFന്റെ സർക്കാരിന്റെ കാലത്ത് പോലീസ് ഉറങ്ങുകയല്ല എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസ് കണക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. 2018 മുതൽ 2024 വരെയുള്ള നമ്മുടെ NDPS ആക്ട് പ്രകാരമുള്ള ഡാറ്റ നമ്മുടെ പബ്ലിക് ഡൊമീനിയനിൽ ലഭ്യമാണ്. അപ്പോൾ 2018 മുതൽ 2024 വരെയുള്ള LDF സർക്കാരിന്റെ ലഹരി വേട്ടയെക്കുറിച്ചുള്ള ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2018 പിടിച്ച കേസുകളുടെ എണ്ണം 8724 കേസുകളാണ്. 2019 പിടിച്ച കേസുകളുടെ എണ്ണം 9245 കേസുകളാണ് പിടിച്ചിരിക്കുന്നത്. 2020 പിടിച്ച കേസുകളുടെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 4968 പേരെ കേസുകളാണ് പിടിച്ചിരിക്കുന്നത്. 2021 പിടിച്ചിരിക്കുന്ന കേസുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 5649 കേസുകളാണ് പിടിച്ചിരിക്കുന്നത്. 2022 പിടിച്ചിരിക്കുന്ന കേസുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 26691 കേസുകളാണ് പിടിച്ചിരിക്കുന്നത്. 2023 പിടിച്ചിരിക്കുന്ന കേസുകളുടെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 30697 കേസുകളാണ് പിടിച്ചിരിക്കുന്നത്. 2024 പിടിച്ച കേസുകളുടെ കണക്കാണെങ്കിൽ 27701 കേസുകളാണ് ഈ ലഹരിയുമായിട്ട് പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പോലീസ് ഉറങ്ങുകയാണോ, ആഭ്യന്തര വകുപ്പ് ഉറങ്ങുകയാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. കൃത്യമായ കണക്കുകളാണ് ഇതിലുള്ളത്. മാസ് ഡയലോഗും മാസ് BGയും അതുമാതിരി PR വർക്കും ഇല്ലാത്ത ഒരു 10 വർഷത്തെ ഈ ലഹരി വേട്ടയാണ് ഈ കണക്കുകൾ. അന്ന് പോലീസ് ഉറങ്ങുകയായിരുന്നില്ല, ആഭ്യന്തര വകുപ്പ് ഉറങ്ങുകയായിരുന്നില്ല. വളരെ കൃത്യമായ വേട്ടകൾ നടത്തിയിട്ടുണ്ട് തന്നെയാണ്. ഇതുമാതിരി തൂഫാൻ എന്ന പേരോ ഇതുമാതിരി ഇങ്ങനെയുള്ള PR വർക്കുകളോ ഒന്നും നടക്കാതെ തന്നെയാണ് പിണറായി വിജയൻ സഖാവ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ പിടിച്ചിരിക്കുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത്. കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ കേസ് പിടിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 95% കേസാണ് കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ലഹരി വേട്ടയ്ക്കെതിരെ പിടിച്ചിരിക്കുന്ന കേസുകൾ എന്ന്. 10 വർഷം ഭരിച്ച LDF സർക്കാർ ഇവിടെ ഉറങ്ങുകയല്ല. പക്ഷെ നിങ്ങൾ ഇത് മനഃപൂർവ്വം മറക്കുകയാണോ, നിങ്ങൾക്ക് അറിയാതെയാണോ, അതോ നിങ്ങൾക്ക് ബുദ്ധിയില്ലാതെയാണോ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ഇതെല്ലാം പബ്ലിക് ഡൊമീനിയൻ സൈറ്റുകളിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. അത് നോക്കാതെ നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി ഇത്തരത്തിലുള്ള ബൂസ്റ്റ് പരിപാടികളും PR വർക്കും നടത്തുന്നുവെന്ന് മാത്രം. അല്ലാതെ കഴിഞ്ഞ LDF സർക്കാർ കാലത്ത് സർക്കാർ ഉറങ്ങുകയോ ഈ പോലീസുകാർ ഉറങ്ങുകയോ എല്ലാം എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനി ഒന്നില്ലെങ്കിൽ നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ പോയി നോക്കാതെ ഇപ്പോൾ നടക്കുന്ന PRന്റെ ഭാഗമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം വളരെ കൃത്യമായ കണക്കുകൾ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇത്രയും കേസുകൾ പിടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം.